ഈ ഇടയ്ക്ക് ലോകത്തുള്ള ജനങ്ങളെ മൊത്തത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു നെടുമങ്ങാട് നടന്ന അഷ്കർ എന്ന് പറയുന്ന ആ കൊടും ക്രൂരൻ. അഷ്കറും അതുപോലെ അഷ്കറിൻ്റെ ഭാര്യ അവിഹിത റാണിയാണ് കൂടെ കൊണ്ട് നടക്കുന്ന, അത് ഭാര്യയൊന്നുമല്ല, കല്യാണമൊന്നും കഴിച്ചിട്ടുള്ള സ്ത്രീയല്ല അഖില. ആ സ്ത്രീയും കൂടി കാട്ടിക്കൂട്ടിയ വേലകളെല്ലാം നമ്മൾ കണ്ടതാണ്. രണ്ടെണ്ണത്തിനെയും വെറുതെ വിടരുത്, അവർക്ക് അതിൻ്റേതായ ശിക്ഷ തന്നെ കിട്ടണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് കിട്ടോ എന്തോ എന്നൊന്നും അറിയാൻ വയ്യ, അത് കിട്ടാനൊരു ചാൻസും ഇല്ല. കാരണം ഇതുപോലെ എത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോവും, തീറ്റിപ്പോറ്റും. നല്ല ഏതത്തിന് ചിക്കൻ ബിരിയാണി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുത്ത് കൊഴുപ്പിച്ച് അന്തസ്സായിട്ട് നല്ലതുപോലെ കൂലിയും കൂടെ ഉണ്ട്. ആ വരുമാനവും ഇറങ്ങുന്ന സമയത്ത് ലക്ഷങ്ങളാക്കിയിട്ട് അവർക്ക് ഇറങ്ങാൻ കഴിയും. ഇതെല്ലാം വെച്ചുകൊണ്ട് കൂടുതൽ അക്രമങ്ങൾ കാണിച്ചു കൊണ്ടേയിരിക്കും. അഷ്കറിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അവനെ പിടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ തീറ്റിപ്പോറ്റുന്നു, നല്ലതുപോലെ കനത്ത് കൊഴുത്തു. ഉമ്മച്ചി ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ മോന് ആഹാരം കിട്ടണം, എന്തോ വെള്ളം കിട്ടണം, എന്തോ എൻ്റെ മോനെ എന്തോന്ന് ചെയ്താൽ എന്തോന്നും പറഞ്ഞ് ഉമ്മച്ചി കിടന്ന് നിലവിളിക്കുന്ന കണ്ട്. അപ്പോഴും ഉമ്മച്ചി ഓർമ്മിച്ചില്ല, മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയെ മകൻ ഇത്രത്തോളം ചെയ്ത് കൂട്ടി. ഈ മകനും ആ പറഞ്ഞ ആ സ്ത്രീ അഷ്കറിൻ്റെ ഉമ്മായും സഹോദരിയും കൂടി പെടുത്തിക്കൂട്ടി ആ ഒരു പെൺകുട്ടിയെ ഇപ്പം അവശ നിലയിലാക്കി. അവർക്ക് ജീവിക്കാൻ പോലും നിവർത്തിയില്ലാതെ ഒരു ചെറ്റമാടത്തിലാണ് അവർ കിടക്കുന്നത്. ആ കുട്ടി ഇതേ കണക്ക് അതിന് അസുഖമായി എത്രയോ നാളത് ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ആ കുട്ടിക്ക് നല്ല ഒരു വീട്ടിൽ കിടക്കാൻ പോലും അതിന് പറ്റുന്നില്ല. അത് പൊടിയടിക്കണ വീട്ടിലും അതുപോലെ ചെറ്റ കൊണ്ട് മറച്ചു വെച്ച ആ ഒരു കുടിലുമാണ് അത് കിടക്കണത്. അപ്പോൾ അതിനെ ഒന്ന് കരക്കയറ്റാനോ ഒന്നിനും ആരുമില്ല. അവരടുത്ത് പോയി അന്വേഷിക്കാനോ ആരുമില്ല. ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, നമ്മുടെ മുഖ്യമന്ത്രി CM നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് CMനെ. നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ ബജറ്റ് അവതരിപ്പിച്ചായിരുന്നു. അതിൽ സലിം കുമാർ എന്ന് പറയുന്ന ഹാസ്യ നടൻ, എല്ലാവർക്കും ഇഷ്ടമാണ് ആ നടനെ. പിന്നെ ആ നടന് വേണ്ടിയിട്ട് 1 കോടി രൂപ സ്മാരകം പണിയണം, എറണാകുളത്ത് സ്മാരകം പണിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്ന കേട്ടു. 1 കോടി രൂപ സ്മാരകം പണിയാൻ മുഖ്യമന്ത്രി പറഞ്ഞതിനും കാരണമുണ്ട്. അവർ പറയുന്നുണ്ട്, പല വേദിയിലും പറഞ്ഞു, കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഭയങ്കര സൗഹൃദത്തിലായിരുന്നു. എത്രയോ ജനങ്ങൾ ഇതിൽ പ്രതികരിച്ചു വന്നായിരുന്നു. ഒരുപാട് പേർക്ക് വീടില്ല, ഫുഡ് കഴിക്കാൻ നിവർത്തിയില്ല, വസ്ത്രമില്ല, അങ്ങനെ കിടക്കണ എത്രയോ നമുക്ക് എണ്ണിയാൽ തീരൂല. ഒരേ വാർഡ് അനുസരിച്ച് ഇറങ്ങി തിരക്കുമ്പോൾ മനസ്സിലാവും, ഇന്ന വീട്ടിൽ വല്ല ആഹാരം കഴിക്കുന്നുണ്ടോ, അവർക്ക് വസ്ത്രമുണ്ടോ, അവർക്ക് കിടക്കാൻ സൗകര്യമുണ്ടോ എന്ന്. എത്രയോ പേര് കടത്തിണ്ണകളിൽ കിടക്കുന്നു, എത്രയോ പേർക്ക് കുട്ടികൾക്ക് വരെ എന്തെല്ലാം അതിക്രമങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെ ഈ കടത്തിണ്ണയിലും അവിടെ എവിടെയും കിടക്കുന്നത് കൊണ്ട് വീടില്ലാതെ ഇരുന്ന് ചെറ്റമാടത്തിനുള്ളിൽ കിടക്കുന്ന കുട്ടികളെ പോലും സുരക്ഷയില്ലാതെ എന്തെല്ലാം ആളുകൾ കയറി ചെയ്യുന്നു. ഇതൊന്നും നമ്മളെ മുഖ്യമന്ത്രി കാണുന്നില്ലേ? വിഷമമുണ്ട്. ഇപ്പം എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ഈ ആമിന എന്ന് പറയുന്ന ഈ പെൺകുട്ടി, അതൊരു സുഖമില്ലാത്ത ഒരു രോഗിയാണ്. ആ ഒരു ഉമ്മായും വാപ്പായും കിടന്ന് കഷ്ടപ്പെടുന്നത്. അത് ആകെ ഉണ്ടായിരുന്ന ആ ഒരു സഹോദരനെ പോലും ഈ അഷ്കറിൻ്റെ വീട്ടുകാർ ഇല്ലാതാക്കി. ഇനിയുള്ളത് ഈ പെൺകുട്ടിയാണ്. ഒരു പ്രതീക്ഷ ഈ പെൺകുട്ടിയിലായിരുന്നു, പക്ഷെ അതും ഇല്ലാതെയായി. അതിനെ രോഗിയാക്കി അവൻ ഇരുത്തിയിട്ട് അവൻ പോയി നല്ല ഏതത്തിന് തിന്ന് മുടിക്കുന്നുണ്ട്, പണവും സമ്പാദിക്കുന്നുണ്ട് ജയിലിനകത്ത്. എന്തേര് വേണം, ഉമ്മച്ചിക്ക് കിട്ടുമല്ലോ. ഉമ്മച്ചിയെ ആ മോളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. ഈ കുട്ടിയുടെ വീട്ടിലൊന്ന് പോവുകയോ അതാവട്ടെ അവർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറയുകയോ അവരെ കാര്യത്തിലൊരു തീരുമാനം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ പരമനാറി അഷ്കറാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഉമ്മാരെ വാക്കുകൾ കേൾക്കാം. 17 വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു ഈ കാര്യങ്ങളൊക്കെ.
അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് 2022 ആഗസ്റ്റ് 28 നമുക്ക് കല്യാണം നടത്താം. കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് വൃന്ദാവനം ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് കല്യാണ ലെറ്റർ അടിച്ച് ഇതൊക്കെ ചെയ്ത് എപ്പോഴും ഇവനെ പോയി തിരക്കുമ്പോഴും മൊത്തവും ഇവന്റെ വീട്ടുകാരെ കുറിച്ച് ആർക്കും ഒരു നല്ല അഭിപ്രായം പറയാനില്ല. ഒരു മനുഷ്യർക്കും നല്ല അഭിപ്രായം ഇവരെ കുറിച്ചില്ല. അപ്പോഴും നമ്മൾ പറയുന്നത് മക്കളെ നമുക്ക് ഈ കല്യാണം വേണ്ട, ഇവരെ കുറിച്ചൊരു നല്ല അഭിപ്രായം ഇല്ല. നമുക്ക് എന്തരായാലും മക്കളൊരു ജീവിതം ഉണ്ട്, നല്ലൊരു ജീവിതം ഉമ്മയും ബാബായും നിനക്ക് ഉണ്ടാക്കി തരും. നീ പഠിക്കാതെ, നീ സ്വന്തം കാലിൽ നില്ല്. ഇതൊന്നും കൊച്ചു കേൾക്കുന്നില്ല. കൊച്ചിന് ചായ്വ് അങ്ങോട്ടേ ആയിപ്പോയി. എന്ന് വെച്ചാൽ അങ്ങ് സ്നേഹിച്ചു പോയി, ഫോണിൽ വിളിച്ചു കൊടുത്തൊക്കെ സ്നേഹിച്ചു പോയി. അപ്പം അതിൻ്റെ മനസ്സിലാകെ അങ്ങ് ചാഞ്ചാട്ടമായി. യവനില്ലാത്ത മോഹങ്ങൾ അത്രയും കൊടുത്ത് ആ ഒരു പെൺകുട്ടിക്ക് അറിഞ്ഞൂടെയിരുന്നു. പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിനറിഞ്ഞൂടാ. അത് അവനെ കണ്ട് പോരെങ്കിൽ അവൻ്റെ ഉമ്മായും വാപ്പായും എല്ലാവരും കൂടെ ചിലപ്പോൾ ഫോൺ വിളിച്ച് ഈ കുട്ടിയെ ഓരോന്നങ്ങ് പറഞ്ഞ് അവരെ മനസ്സിലൊക്കെ അങ്ങ് കയറ്റി മോളെ തേനയെന്നൊക്കെ വിളിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി അവരെ മനസ്സിലോട്ടങ്ങ് ആക്കി. അവനും അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ അവൻ ഇത്രയും ഒരു ദുഷ്ടനാണെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ഇവർ വീട്ടുകാർ തിരക്കിയായിരുന്നു. നാട്ടിലും മൊത്തം തിരക്കിയപ്പോൾ ഇവരെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം പോലും ഇല്ല. എന്തായാലും ആളുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞായിരുന്നു. ചിലരാണെങ്കിൽ പറയൂല. ആളുകൾക്ക് പേടിയാണ്. വന്ന അയൽവക്കത്ത് എവിടെയെങ്കിലും തിരക്കുകയാണെങ്കിൽ അവർ പറയൂല. അവർ പറഞ്ഞ് ഇനി എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിലോ എന്ന് പേടിച്ചിട്ട് ചില നാട്ടുകാർ പറയില്ല. ഇവരെന്തായാലും ആ നാട്ടിലുള്ളവർ പറഞ്ഞു വെറും മോശമാണ്. ഇവരെക്കുറിച്ചുള്ള തള്ളേരെയും മോളെയും കാര്യവും മോൻ്റെ കാര്യവും വെട്ടിത്തുറന്ന് തന്നെ ആളുകൾ പറഞ്ഞു. എന്നിട്ട് ആ വീട്ടുകാർ ഉമ്മായും വാപ്പായും ആയവണ്ണം ഈ മോളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മോള് സമ്മതിക്കുന്നില്ല. മോക്ക് ഇത് തന്നെ വേണമെന്ന് ഒറ്റ കട്ടായം. മനസ്സിനകത്ത് അവൻ കുടിയേറിക്കഴിഞ്ഞു. ഈ പെൺകുട്ടി ആമിനാരെ മനസ്സിനകത്ത് അവിടെ താമസം തുടങ്ങിയത് കൊണ്ടാണല്ലോ. അതുപോലെ ഉമ്മച്ചിയും സഹോദരിയൊക്കെ നല്ല എന്തൊക്കെയോ കൊടുത്ത് ഈ പെൺകുട്ടി അങ്ങോട്ട് വശത്താക്കി. പാപ്പായാണ് ഇവിടെ ഈ മക്കളെ നോക്കണം. പാപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് ഇറങ്ങി തുടങ്ങിയത്. അതിന് കരയുന്നത് ആ കാര്യം പറയുന്നില്ല. അപ്പൊ ഈ ഫോണിൽ വിളിക്കുന്നത് എന്താണ്, കരയുന്നത് എന്താണ്? നീ സ്വർണം ചോദിക്കണം, നീ പൈസ ചോദിച്ചുകൊണ്ട് വരണം, ഈ പെരേടെ നീ മുമ്പേ എഴുതി വാങ്ങിക്കണം, ഇതൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അവൻ മാത്രമല്ല സ്വർണം ഉള്ളത് അവർ കൊടുത്തു. സ്വർണ്ണമായിരുന്നാലും പണമായിരുന്നാലും എല്ലാം അവരെ കൊണ്ടൊക്കും കണക്ക് ആ ഒരു പെൺകുട്ടിയെ നിക്കാഹ് കഴിപ്പിച്ച് അവർ പറഞ്ഞു വിട്ട സമയത്ത് ഒക്കുന്ന കണക്കിന് കൊടുത്തു. ഇതെല്ലാം അവനും അവൻ്റെ ഉമ്മച്ചി സഹോദരിയും കൂടെ തീർത്ത് പണ്ടാര അടക്കി വിട്ട് അതിന് അവർക്കൊന്നും ഇല്ലാതെയായി. എങ്കിന്നാ അതിൻ്റെ ജീവനെങ്കിലും നീ തിരിച്ചു കൊടു. നീ നല്ലതുപോലെ അതിനെ പറഞ്ഞു വിടുക. അതിനെ ഇഞ്ച പരിവാക്കിയിട്ടാണ് അതിനെ വിട്ടതുമല്ല, അത് രക്ഷപ്പെട്ട് ഓടുകയാണ് ചെയ്തത്. ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ എന്നുള്ളത് ഓർക്കുമ്പോഴാണ്. നിങ്ങളെയൊക്കെ വീട്ടിലും ഉണ്ടല്ലോ പെമ്പിള്ളേർ, അവർക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് പോരെങ്കിൽ ആ ഒരു കുടില്, ആ ഒരു ചെറിയ മാടം 10 സെൻറ്റ്, അതാ സിമൻറ്റ് പൂശിയിട്ട് പോലും ഇല്ല, എന്തോ ഒരു ഷെഡാങ്ങാണ്ടുണ്ട്, അതും കൂടെ കൊടുക്കാനായിട്ട് അവൻ പറഞ്ഞ് ഫോണിൽ കൂടെ അതാണ് പറഞ്ഞത്. എല്ലാമൊക്കെ പറഞ്ഞ് നീ മേടിച്ചുകൊണ്ട് വരണം കേട്ടോ, സ്വർണവും പണവും ആ വീടും പെരേടവും കൂടെ എഴുതി മേടിച്ചുകൊണ്ട് വരണം, അവന് പുഴുങ്ങി തിന്നാൻ. എൻ്റെ ഉമ്മായും സഹോദരിയും കൂടെ ചേർന്നാണ് ഇതെല്ലാം ചോദിക്കുന്നത്. അങ്ങനെ കല്യാണമൊക്കെ ഏതാണ്ട് ഫിക്സ് ചെയ്ത് ഞാൻ അങ്ങ് മുറിയിലോട്ട് കയറി ചെന്നപ്പം വീണ്ടും ഈ കൊച്ചു കരയാണ്. അപ്പം ഈ ഫോണിൽ എന്നെ ചീത്ത വിളിക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് കേൾക്കാൻ പറ്റുന്നു. എന്നെ ചീത്ത വിളിക്കുകയാണ്. ഞാൻ അത് ആരെന്ന് ചോദിച്ചപ്പോൾ എന്നെ ചീത്ത വിളിക്കുകയാണ്. കാരണം ഇവള് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ മുറിക്കകത്തിരുന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ മോള് ഫോണിൽ ഇത്ര അറ്റത്തോളം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു ഉമ്മയായിരുന്നാലും പറയും, മോളെ വിളിക്കരുത്, നിർത്ത്, ഇതങ്ങ് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അത് അവരഴുക്കാളുകളാണ്, ഇവരന്വേഷിച്ചപ്പോൾ തിരക്കി. പക്ഷേ അത് മോളെ മനസ്സിൽ അത്രയ്ക്ക് അങ്ങ് ആരാധിച്ചു തുടങ്ങി. അവൻ്റെ ഉമ്മായെ സഹോദരിയെ എല്ലാം അവരങ്ങനെയല്ലേ പറഞ്ഞ് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതിന് പിരിയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് അവർ പറയണതേ കേൾക്കോളൂ. ഇതിൻ്റെ ഈ ആമിനാരെ ഉമ്മായും പാപ്പായും പറയണത് ഈ മോള് കേൾക്കേ ഇല്ലായിരുന്നു. അതാര് ഇങ്ങനെ ഉള്ളവനെ ഇനി നമുക്ക് വേണോ മക്കളെ? കല്യാണം ലെറ്റർ അടിച്ചെങ്കിൽ അങ്ങ് പോട്ട്, ഓഡിറ്റോറിയം ബുക്ക് ചെയ്തെങ്കിൽ പോട്ട്, നമുക്ക് ഇനി കല്യാണം വേണ്ടാന്ന് ഞാൻ പറയുകയാണ്. അപ്പോഴും അവൻ പറയുന്നത് എന്താണ്? നീ അവളോട് ചോദ്യം, എന്നെ വിളിക്കുന്നതാണ്, നീ അവളോട് ചോദ്യം പൈസയും പണവും, അല്ലെ നീ ആ ഫോൺ ഇങ്ങോട്ട് താ, ഞാൻ അവളോട് സംസാരിക്കാൻ ഒരു ഒത്തിരിയെങ്കിലും. അതായത് ആമിനാരെ ഉമ്മായാണ് അവളെന്ന് വിളിക്കുന്നത്. ആമിനാരെ ഉമ്മായാണ് അവൻ ആ അഷ്കർ എന്ന് പറഞ്ഞ ആ നാറി വിളിച്ചിട്ട് പറയണത്. അവളെടുത്ത് ചോദ്യം സ്വർണവും പണവും വീടും
എഴുതി കൊടുക്കാൻ, പെരയിടം എഴുതി കൊടുക്കാനായിട്ട് അവളെടുത്ത് പറയാൻ. ആ സ്വന്തം ഉമ്മായ അപ്പോഴും പോലും ഈ പെൺകുട്ടി ആ ഉമ്മായ കരുതുന്നില്ല, ഉമ്മായ കരുതലോട് കാണുന്നില്ല സ്വന്തം ഉമ്മായ. അപ്പോഴും അതിന് അവനാണ് മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെ ആക്കിയെടുത്ത് സാമാന്യ ബുദ്ധിയുള്ള ഒരു തിരിച്ചറിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ അങ്ങനെ വിളിക്കൂ? എന്നിട്ട് ഈ കൊച്ചൊന്നും മിണ്ടുന്നില്ല. ഇതെല്ലാം കേട്ടങ്ങനെ ഇരിക്കുകയാണ്. അന്യ ഒരു പുരുഷൻ എന്നെ ഈ ചീത്ത പറയുന്നത് ഇവള് കേട്ടോണ്ടിരിക്കുകയാണ്. കാരണം ഇവക്ക് ചായ്വ് അങ്ങോട്ടായിപ്പോയി. നമസ്കാരമുള്ള ഒരു വ്യക്തിയാണ്. ഇതേ സമയം ഉച്ചയ്ക്ക് അപ്പൊ നമസ്കരിക്കാനായിട്ട് വെളിയിലോട്ട് വെളിയിലാണ്, ബാത്റൂമിൽ പോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അരമണിക്കൂറായിട്ടും ആളിനെ കാണുന്നില്ല. ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ട്, കയറി വരുന്ന കാണുന്നില്ല. അങ്ങോട്ട് നോക്കിയപ്പോ ആളിനെ കാണാനുമില്ല. അപ്പൊ വാപ്പ നമസ്കരിക്കാൻ പോയിരിക്കുന്നു താഴെ തയ്ക്കാവില്. അപ്പൊ ഈ കൊച്ചു ഏതിലേക്ക് പോയി? നമുക്കൊരു വിപ്രാള കാലഘട്ടം അങ്ങനെയാണല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോലീസിൽ പോയി ഒരു പരാതി കൊടുക്കാന്ന് പറഞ്ഞു പോയി. വെയിറ്റിംഗ് ഷെഡിൽ ഞങ്ങൾ കയറിയിരിക്കുന്നു ബസ്സിനകത്ത്. അപ്പോഴേക്കാണോ വാപ്പാക്ക് ഒരു ഫോൺ കോൾ വരുന്നത്, ആമിന ഇവിടെ ഉണ്ട്, ഞങ്ങൾ ആമിനയെ കൊണ്ടുവന്നു. എങ്ങനെയുണ്ട്? വല്ല ലജ്ജയുണ്ട് ഈ സ്ത്രീക്ക്? വിളിച്ചു പറയുന്നതാണ്. വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് നമ്മൾ അറിയാതെ ഈ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട്. അതാണ് പറയണത്. അവൻ വിളിച്ച് അത്രത്തോളം തള്ളെ ചീത്ത വിളിക്കുകയാണ് ഫോണിൽ കൂടെ ഈ മോളെടുത്ത്. എന്നിട്ട് ഇതെല്ലാം അവൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരറ്റത്തൂടെ വന്ന് ഈ പെൺകുട്ടി അങ്ങ് കൊണ്ടുപോകണം. അത് ഉമ്മ അറിയുന്നില്ല. എത്ര ഒരു മനസ്സൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു വീട്ടിൽ കയറി വന്ന് വിളിച്ചോണ്ട് അങ്ങ് പോവേണ്. അതിൻ്റെ വാപ്പ പള്ളിയിൽ നിസ്കരിക്കാൻ പോയേക്കുന്നു, ഉമ്മ കാണുന്നില്ല. നിന്ന വേഷത്തിലാണ് പോയത്. അങ്ങനെ 7:30 മണി വരെ ഇരുന്ന് ഞാൻ കരഞ്ഞ് മരിച്ച ഒരു വീട് പോലെ ആയിപ്പോയി. കരഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പൊ എസ് ഐ പറഞ്ഞ് നിങ്ങൾ എന്തരായാലും വീട്ടിൽ പോയി. അപ്പോഴേ 7:30 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ 7:30 മണി വരെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. 7:30 മണിയായപ്പോഴത്തേക്ക് പോലീസിന് ഒരു ഫോൺ കോൾ വന്ന്, വീഡിയോ കോൾ ആണെന്ന് തോന്നണം, വന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്ത് രജിസ്റ്റർ മാരേജ് ചെയ്തെന്ന് പറഞ്ഞ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ രജിസ്റ്റർ മാരേജ് ചെയ്യണമെങ്കിൽ 1 മാസത്തേക്ക് മുമ്പേ കൊടുക്കണ്ടേ? കൊടുത്ത് അവര് നോട്ടീസ് ഒട്ടിക്കൂലേ? രജിസ്റ്റർ ഓഫീസിൽ നോട്ടീസ് ഒട്ടിക്കും. ആർക്കെങ്കിലും വല്ല പരാതിയോ വല്ല ഉണ്ടെന്ന് ഒട്ടിക്കൂലേ? അപ്പൊ പിന്നെ ഇവര് എങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്തത്? ഇതെനിക്കൊരു വീഡിയോയിലും പറയാൻ പറ്റിയില്ല. ഇവരെങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്തത്? പോലീസിന് ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ് രജിസ്റ്റർ മാരേജ് ചെയ്തെന്നും പറഞ്ഞ്. അപ്പം എസ് ഐ പറഞ്ഞു ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം കുട്ടിക്ക് 18 വയസ്സായി, അവര് പറയുന്നതേ പറ്റുള്ളൂ, നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നിറകണ്ണോട്. അത് ശരിയാണ്. ഈ പെൺകുട്ടി പറയണ എനിക്ക് അവനെ തന്നെ മതി, പ്രായപൂർത്തിയായി കഴിഞ്ഞതാണ്, അപ്പൊ എനിക്ക് അവനെ തന്നെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പോലീസ് അവിടെ പറഞ്ഞു പോരെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റും കൂടെ കാണിച്ചു. കള്ള സർട്ടിഫിക്കറ്റ് എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് സത്യം. എന്നാലും ഇത്രയും തൻ്റെ ഇടം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ഈ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വന്ന ഒരറ്റത്തൂടെ വീട്ടിൽ നിന്ന ഡ്രസ്സോട് കൂടിയാണ് വിളിച്ചെടുത്തോണ്ട് പോയത്. പിന്നെയാണ് ആ തള്ള ചെന്ന് പരാതി കൊടുക്കണത്. ആമിനാരെ ഉമ്മ ചെന്ന് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയണത്. വരികയാണ്, നിങ്ങൾ നാളെ വരി, ഇവര് വരുമ്പോ നമുക്ക് ഒന്നും കൂടെ സംസാരിക്കാന്ന് പറഞ്ഞു. രജിസ്റ്റർ മാരേജ് ചെയ്തെങ്കിലും കുട്ടി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് എസ് ഐ വീണ്ടും ചെല്ലാൻ പറഞ്ഞ്. ആമിനായും വന്നില്ല, അവനും വന്നില്ല, അവന്റെ ഉമ്മായും വന്നില്ല. വാപ്പ അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ വരണ്ട, വാപ്പായും മോനും വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ മോനും വാപ്പായും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി. പിറ്റന്ന് പോയപ്പോഴത്തേക്കാണ് ഒരു ഉച്ച കഴിഞ്ഞ് 2 മണിയൊക്കെ ആവുമായിരിക്കും അല്ലേ. അപ്പോഴത്തേക്കും ഇവര് വന്ന് ഈ കുട്ടി ഒരു ജന്മം നൽകിയ ഒരു വാപ്പാണെന്നുള്ള ഒരു സ്ഥാനം പോലും കൊടുക്കണില്ല. അവരെ വശം നിന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോഴും എസ് ഐ പറഞ്ഞ് നല്ല രക്ഷയുണ്ടാ. എവള് അങ്ങോട്ടങ്ങ് ആയിക്കഴിഞ്ഞ് ആമിന അങ്ങോട്ടങ്ങ് ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ വാപ്പായെ കണ്ടിട്ട് പോലും ഇതില്ല. പിറ്റന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അടുത്ത് കണ്ടുമുട്ടിയതാണ്. എന്നിട്ട് പോലും ഈ പെൺകുട്ടി ഇവരടുത്ത് ഒരു സ്നേഹവും കാണിക്കുന്നില്ല. പിന്നെയാണ് ഇതിന് ശേഷമൊക്കെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. സംഭവിച്ചപ്പോൾ അതിന് മനസ്സിലായി എനിക്ക് എൻ്റെ ഉമ്മ വേണം, വാപ്പ വേണമെന്ന്. അപ്പോഴാണ് തനി സ്വഭാവം അങ്ങോട്ട് അറിഞ്ഞത്. അവൻ്റെയും അവൻ്റെ ഉമ്മാരെയും സഹോദരീരെയും തനി ഗുണം അറിഞ്ഞത്. കൊച്ച് വരൂല, അതുകൊണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇത് ഇവിടെ വെച്ച് അങ്ങ് നിർത്താം. ഒത്തീർപ്പിന് ഒന്നിനും പറ്റൂല. കാരണം അവര് കൊച്ചിനെ വിടൂല, അവള് വരേയില്ല, അവനൊന്നും പറഞ്ഞ് നിൽക്കണമെന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ ഇനി വന്ന് ഞങ്ങൾക്ക് പിന്നെ ഒരു 2-3 മാസം വരെ
ഇവളെ നമ്മൾ കാണാനൊന്നും പോയില്ല. കാരണം ഭയങ്കരമായ മനപ്രയാസം വരുന്നു. എന്നിട്ട് നമുക്ക് നിക്കാഹ് നടത്തി കൊടുക്കണം. എങ്ങനെ സഹിച്ചാന്തോ, ആകെ ഒരു മകളായിരുന്നുള്ളത്, അതിങ്ങനെ ഒരു ക്രൂരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അവരെ മനസ്സിലതായിരിക്കും. നല്ല ഒരു മനുഷ്യനാണ് അവനായിരുന്നെന്ന ഉണ്ടെങ്കിൽ വേണ്ടൂല, ഇറങ്ങിപ്പോയാൽ നമുക്കങ്ങ് പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഇത് ഇങ്ങനെ ഉള്ള ഒരുത്തനാണെന്ന് അവർ തിരക്കിയപ്പോൾ മനസ്സിലായി. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഇറങ്ങി പോകുമ്പോൾ ഈ ഉമ്മാക്കും ബാപ്പാക്കും ഉറക്കമില്ല. അന്ന് മുസ്ലിം അല്ലേ, നമ്മളെ മതപ്രകാരം നമ്മൾ നിക്കാഹ് നടത്തി കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായ കുറ്റമുള്ള കാര്യമാണത്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് ഈ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞെന്ന് പറയണമെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ജമാഅത്തില് പാപ്പനംകോട് പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തി കൊടുത്ത്. അപ്പോഴും അവനാണ് വന്നത്. പിന്നെ അതിനൊക്കെ ശേഷമാണ് ഇതെന്തായാലും ഒളിച്ചോടി അവർ ഒരു കള്ള മാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് രജിസ്റ്റർ ഓഫീസിൽ പോയി കള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഇവരെ കാണിച്ച് വീഡിയോ കോൾ വിളിച്ച് കാണിക്കുകയും ഇങ്ങനെയൊക്കെ ആയി അവർ സ്റ്റേഷനിലൊക്കെ ഈ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കി. അപ്പോൾ വിചാരിച്ച് ഇനിയിപ്പോൾ എന്തായാലും ഇത്രത്തോളം കഴിഞ്ഞ് ഇനിയിപ്പം ഇവർ നിക്കാഹ് നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നിക്കാഹ് നടത്തി വിട്ട്. അതിനൊക്കെ ശേഷമാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ടായത്. അപ്പോഴാണ് ആമിനാക്ക് മനസ്സിലായത്, ഉമ്മാടെയും ബാപ്പാരെയും വില മനസ്സിലായത്. അതിനൊന്നും അറിഞ്ഞൂടായിരുന്നു. അതെല്ലാം അങ്ങ് വിശ്വസിച്ച്, അവനെ വിശ്വസിച്ച്, അവൻ്റെ ഉമ്മായെ വിശ്വസിച്ച്, അവൻ്റെ സഹോദരിയെ വിശ്വസിച്ച്. അവർക്ക് പണം വേണം, സ്വർണം വേണം, വീട് വേണം. ഇതായിരുന്നു അവരെ ഉദ്ദേശം. പണവും സ്വർണമൊക്കെ അങ്ങ് എടുത്ത് അതൊക്കെ തീർത്ത്. പിന്നെ ആ വീടിന് വേണ്ടിയുള്ള പരാക്രമം ആയിരുന്നു. വീടിന് വേണ്ടിയാണ് ആ പെൺകുട്ടി അത്ര ഉപദ്രവിച്ചത്. അതിന് എഴുതിക്കാൻ പോലും വയ്യ, നടക്കാൻ വയ്യ, ആ ഒരു ഗതികേടില്ല. ആ ഉമ്മാരെയും ബാപ്പാരെയും കാലം കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പാവങ്ങളെയാണ് നമ്മളെ മുഖ്യമന്ത്രി ആയിരുന്നാലും ഒന്ന് തിരക്കി അവർക്ക് എന്താണെന്ന് വെച്ചാൽ സഹായങ്ങൾ ചെയ്യുകയോ, അതുപോലെ ഇങ്ങനെയുള്ള നീചന്മാരെയും അതിനെ കൂട്ടുനിൽക്കുന്ന നീചത്തികളെ, അവൻ്റെ വീട്ടിലുള്ളവരെ ആവട്ടെ അല്ലെങ്കിൽ അവൻ്റെ കാമുകിമാരാവട്ടെ ആരെ ആയിരുന്നാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് അതിന് വേണ്ടതൊക്കെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യാനുള്ളത്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി വിജയ് ചെയ്തതുപോലെ അതുപോലെയുള്ള നിയമം വരണം. ഈ ജയിലിനകത്ത് കഞ്ഞിയും പയറുമാണ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും നമ്മുടെ കേരളത്തിലും ഇതുപോലെയുള്ള ഒരു ഇത് വരണം. 3 നേരം എന്നുള്ള 2 നേരം ആക്കണം. അത് വെറും പച്ചക്കഞ്ഞി മാത്രമായിരിക്കണം. പയറ് പോലും അതിനകത്തിട്ട് കൊടുക്കരുത്, വേവിച്ച് ഇടരുത്. വെറും റേഷനരി കഞ്ഞി മാത്രമായിരിക്കണം. വൈകിട്ട് രാത്രിയിൽ അവന്മാർക്കൊന്നും കൊടുക്കരുത്. അവന്മാർ പരമ്പ് ചവിട്ടി കീറണം. 2 നേരം ആക്കണം, രാവിലെയും ഉച്ചയ്ക്കും. എങ്കിൽ മാത്രമേ നമ്മളെ ഈ നിയമം ശരിയാവൂ. അത് മാത്രമല്ല, അവന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കണം. ജയിലിനകത്ത് പണിയെടുപ്പിച്ചിട്ട് അവന്മാർക്ക് കൂലി കൊടുക്കരുത്. അത് എങ്കിൽ മാത്രമേ നമ്മളെ ഈ നാട് നന്നാവുകയുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെയുള്ള ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് പണം കിട്ടയില്ലേ, ബിരിയാണി കിട്ടയില്ലേ, നല്ല ഏതത്തിന് ഫുഡ് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചാണ് ഓരോരുത്തന്മാർ കുറ്റകൃത്യങ്ങളും ചെയ്തിട്ട് ജയിലിലോട്ട് പോണത്. ഇത് ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ തടയാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും.